കേട്ടോ ഫയർ ചെയ്യുന്നത്, മിസൈൽ ഫയർ ചെയ്യുന്ന സംഭവം. ഒരു ഹ്യൂജായിട്ടുള്ളൊരു മെറ്റൽ പീസാണ് കേട്ടോ സാധനം. ചെയിൻ്റെ തന്നെ കട്ടി കാണുമ്പോഴത്തേക്ക് ടയറിൻ്റെ ഒക്കെ നോക്കി, നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ ടയറിൻ്റെ ഒക്കെ ഇരട്ടി സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽമാൻ. ഉച്ചയപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടിയാണ്. ഊട്ടിയിലോട്ടുള്ള യാത്രയിലാണ്. കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി ഡിണ്ടിഗൽ വന്നു. ഡിണ്ടിഗലിൽ നിന്ന് പളനി ഹൈവേ കയറിയിട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മളിപ്പോൾ മേട്ടുപ്പാള റൂട്ടിലാണ്. ഇവിടെ ഗൂഗിൾ പേ നമ്മുടെ കേരളത്തിലെ പോലെ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഗൂഗിൾ പേയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ക്യാഷ് ലിക്വിഡായിട്ട് എടുത്ത് കൈ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ജിത്തുവിനെ ATM-ലോട്ട് പോയിട്ടുണ്ട്. അവൻ ഇറങ്ങി വരുന്നുണ്ട് ഫണ്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ നിങ്ങളായാലും ശ്രദ്ധിക്കുക, ഇവിടെ കൂടുതലും ഗൂഗിൾ പേ കുറവാട്ടോ. നമ്മുടെ നാട്ടിലെ കണക്ക് അങ്ങനെ എല്ലായിടത്തും ഗൂഗിൾ പേയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ക്യാഷ് ലിക്വിഡായിട്ട് കൈവച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ അങ്ങനെ ATM-ൽ നിന്ന് ഫണ്ടൊക്കെ എടുത്ത് തിരിച്ചു വന്നു. നമുക്ക് എന്തായാലും അപ്പോൾ ഊട്ടിയിലേക്ക് നീങ്ങാം. തമിഴ്നാട്ടിലെ ചൂട് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ പണ്ടാര വെയിലും അതുപോലെ തന്നെ വരണ്ട കാറ്റും. കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചുണ്ടെല്ലാം പൊട്ടി കറുത്ത് ആകെ നാശമായത്. ഇപ്പൊ കൈ ഈ സൈഡ് വെയിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തോർത്തൊക്കെ ഇട്ടാണ് കേട്ടോ. വെയിലിനെ ഒന്ന് കറക്കുന്നോണ്ടല്ല, വെയിലടിച്ചിട്ട് ചൂട് പൊള്ളു കേട്ടോ. നമ്മള് ഡിണ്ടിഗലിൽ നിന്ന് ഗ്യാസ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നീങ്ങിയത് കേട്ടോ. എന്നാലും വരുന്ന വഴിക്ക് കയറുന്നതിന് മുമ്പ് ഒരു 300 രൂപയ്ക്ക് അടിച്ച് വീണ്ടും ഫുൾ ടാങ്ക് ആക്കി. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് കുറച്ച് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 300 രൂപയ്ക്ക് അടിച്ചപ്പോഴത്തേക്ക് വീണ്ടും ഫുൾ ടാങ്ക് ആയി. ജിത്തുകൂടെ കുടിക്കാൻ വേണ്ടി ബോട്ടിൽ വെള്ളം കളക്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഊട്ടിയിലോട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കയറ്റി വിടത്തില്ല എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ. പക്ഷെ നമ്മുടെ അതിൻ്റെ മുന്നേ നമ്മുടെ വെള്ളം കൂടി വെക്കും. ഇവിടുത്തെ ചൂട് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കണക്കല്ല കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ പണ്ടാര വെയിലായിട്ട് ഞാനിപ്പോൾ അവരോട് സംസാരിക്കുമായിരുന്നു. അവർ പോലും വെയിൽ സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കാതെ ഇവിടെ ഈ ഷെഡിനകത്ത് കയറി നിൽക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് പറയുന്നത്. നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല ചൂട്, അതുപോലെ ചൂട്. നമുക്കെന്തായാലും നമ്മുടെ ബോട്ടിൽസ് എല്ലാം വെള്ളം നിറച്ച് വീണ്ടും മുമ്പോട്ട് തന്നെ നീങ്ങാം. നമുക്കിവിടുന്ന് ഏകദേശം ഇനി ഒരു 87 കിലോമീറ്ററുണ്ട് ഊട്ടിക്ക്. വെയിൽ സഹിക്കാം. പറഞ്ഞപ്പോഴേ ചുണ്ട് പൊട്ടി രണ്ടായി. വെയിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇതുപോലെ തോർത്തൊക്കെ ഇട്ട് ചൂടി. ഇവിടുന്ന് വെയിൽ അടിച്ചോണ്ടിരിക്കുകയാണോ. ഇതുപോലെ തോർത്തൊക്കെ കയ്യിലിട്ട് ചൂടിയാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി പണ്ടാരോടങ്ങുക. അതുപോലെ തന്നെ വരണ്ട കാറ്റും ആകെ നമ്മൾ നാശമാവുന്ന കൂട്ടാട്ടോ. നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വെയിലിന് തീക്ഷ്ണത ഇല്ലെന്ന് തോന്നുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഫോണൊക്കെ ചൂടായിട്ട് OS കൂടെ കട്ട് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫോണൊക്കെ ചൂടായി പഴുത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഫുള്ളി ഓഫായി പോയിക്കൊണ്ടേയിരിക്കുക. അമ്മാതിരി ചൂട്. ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് ഊട്ടിക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മേട്ടുപ്പാളത്തോട് അടുക്കാറായപ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ആ നീലഗിരി മൗണ്ടൻസ് ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി സ്പീഡിൽ വിട്ടുപോകാൻ പറ്റുന്നില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ റോഡില്. ടൂറിസ്റ്റിന്റെ അല്ല, ഇവിടുത്തെ ആൾക്കാരുടെ തന്നെയാണ്. നല്ല ക്രൗഡായിട്ടുള്ള ഏരിയ. ഊട്ടി ഇവിടുന്ന് 49 കിലോമീറ്റർ, കൂളൂർ 32, കോത്തഗിരി 32. ഊട്ടി സ്ട്രൈറ്റ് ആട്ടോ. ഊട്ടി സ്ട്രൈറ്റ് 42 കിലോമീറ്റർ ഉണ്ട് ഇനി. ചെക്ക് പോസ്റ്റിലെടുത്തു കേട്ടോ. ഇതാണ് ഊട്ടിയിലോട്ട് കയറുന്ന എൻട്രൻസ്. ഇവിടെ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഈ പാസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് നമുക്ക് മേപ്പോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. വണ്ടിക്ക് കൈ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിർത്തുമ്പോഴത്തേക്ക് തന്നെ നോക്കി, അവിടെ കേട്ടോ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിർത്തുമ്പോൾ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ കുപ്പികളെല്ലാം പിടിച്ചിവിടെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പികൾ. അങ്ങോട്ട് പ്ലാസ്റ്റിക് നമ്മുടെ നീലഗിരി മൗണ്ടൻ റേഞ്ചിലോട്ട് പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ടെൻഷനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ കുക്കിംഗ് ഗ്യാസ് ഇരിപ്പുണ്ട്. ഗ്യാസ് അവിടെ അലൗഡ് അല്ല.
അത് എന്താവും അറിയാൻ വയ്യ. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞോട്ടോ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. KL വണ്ടി ആയതുകൊണ്ട് നിർത്തി ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വണ്ടിയിൽ കുക്കിംഗ് ഗ്യാസ് ഇരിക്കുന്ന കാര്യം പറഞ്ഞില്ല, അപ്പോൾ അതിന് പെർമിറ്റ് പ്രത്യേകം എടുക്കണം. അങ്ങനെ LPG സിലിണ്ടർ അങ്ങനെ കൊണ്ടുവന്നതിന് പെർമിറ്റ് എടുക്കണം, ഇല്ലാതെ പെർമിറ്റ് കൂട്ടത്തിന് കൊണ്ടുവന്നതിന് ഒരു 10,000 രൂപ ഫൈൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ തന്നെ സംസാരിച്ച് എന്നാൽ കുഴപ്പമില്ല, ഓൺലൈനിൽ ഒരു ഫൈൻ തരാം 500 രൂപ. ഞാൻ പറഞ്ഞ ട്രിപ്പിന് ഇറങ്ങിയത് മനസ്സിലായി ബ്രോ എന്നാട്ടോ വിളിച്ചോട്ടോ. ഒരു ചേട്ടനായിരുന്നു പോലീസുകാരൻ, ബ്രോ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് തന്നെ. അപ്പോൾ ഞാൻ സാറിനെ പോലെ ഞങ്ങൾ ട്രിപ്പിന് ഇറങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, ഓൺലൈനിൽ ഒരു ഫൈൻ തരാം, ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അങ്ങ് അടച്ചാൽ മതി. പിന്നെ ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് അവസാനം പുള്ളി തോളത്തൊരു തട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഈ പോലീസ് ഇവിടെ കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലോട്ട് എൻ്റർ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ചെക്ക് പോസ്റ്റിലെ പോലീസുകാരും അയച്ചിരി വിഷയമായിരുന്നു. അപ്പോൾ അത് പയ്യന്മാർ കുറച്ച് പ്രായം കുറഞ്ഞ പോലീസുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വൈബ് മനസ്സിലാവും. ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെങ്ങനെ ഇട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കയ്യിൽ നിന്ന്. അങ്ങനെ അവിടുന്ന് അതും കഴിഞ്ഞു. അവർ ഭയങ്കര എന്താ പറയുന്നത്, ഒരു വല്ലാത്ത ബിഹേവിയർ ആയിരുന്നു നമ്മുടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു ഹൈവേ സൈഡിൽ ഒതുക്കി കിടക്കാൻ വേണ്ടിയിട്ട് ഒതുക്കിയപ്പോഴത്തേക്ക് ഒരു 800-നകത്ത് 2 പേര് വരുന്നു. അങ്ങനെ 800 വന്നിട്ട് തട്ടി വിളിച്ചിട്ട് ഇങ്ങനെ കിടക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത്, അവർ പറഞ്ഞാൽ അതൊരു കാര്യം ഉണ്ടെന്നൊന്നും, ഹൈവേ സൈഡിൽ അങ്ങനെ കിടക്കുന്ന അത്ര നല്ല സേഫ് അല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ ഒരു പമ്പിനകത്ത് കയറ്റി. അങ്ങനെ അവിടുന്ന് രാവിലെ ഇറങ്ങി വണ്ടി എടുത്ത് ഓടി ഫ്രണ്ടിലോട്ട് വന്ന് അടുത്തൊരു പമ്പിൽ കയറി. അത് കോയമ്പത്തൂർ എയർപോർട്ടിന് അടുത്തായിരുന്നു കേട്ടോ. അവിടെ വെച്ച് കിട്ടില്ല, നമ്മൾ നിൽക്കുന്ന സമയത്ത് ഫുള്ള് മറ്റേ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഫുള്ള് ഫൈറ്റർ ജെറ്റ്സ് നമ്മുടെ മേളിൽ കൂടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഊട്ടി ഘാട്ട് റോഡിലോട്ട് കയറി കഴിച്ചു. ഇവിടുന്ന് ഊട്ടി ഘാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഇനി നമുക്ക് എന്തായാലും കൊടൈക്കനാൽ ചുരം പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് നമുക്ക് എന്തായാലും പകൽ വെളിച്ചത്തിൽ കണ്ട് കയറി തന്നെ പോകാം. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര സീനാട്ടോ. ഞാൻ വെതർ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് മഴയാണെന്നാണ് കാണിച്ചത്, പക്ഷെ ഇന്ന് നല്ല വെയിലാണ്. താഴേന്നേ വെയിലായിരുന്നു. മേപ്പോട്ടും ഇനി എന്താണെന്നറിയാൻ വയ്യ. എന്തായാലും നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചു നേരം വണ്ടി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇന്നലെ രാത്രി 3:30 വരെ ഡ്രൈവിംഗ് ആയിരുന്നു, വണ്ടി ഓടിച്ചുവിടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോലീസുകാരുടെ ബഹളവും അങ്ങനെ ആകെ മാണ്ടു പോയി കേട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ലോണം ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ നോക്കി ബൾബ് പോയിട്ടിരിക്കുന്നു. ഉറക്കം വന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കും കാണാതിരിക്കാൻ. ഉറക്കം വന്നിട്ട് തീരെ പറ്റാതായപ്പോഴത്തേക്ക് വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ ഒതുക്കിയാട്ടോ. ഏകദേശം സമയം 3:30 ആയി. ഞങ്ങളൊരു 1.5 മണിക്കൂർ നല്ലോണം ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഒരാശ്വാസമുണ്ട്. നമ്മളിതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ചുരം ജസ്റ്റ് കയറാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ നമ്മളങ്ങ് ഒതുക്കി കേട്ടോ, ക്ഷീണം കാരണം. നമ്മൾ ഈ ഉറക്കച്ചടവും വെച്ചിട്ട് വണ്ടി ഓടിച്ച് കയറുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ടൊന്ന് ഒതുക്കി ഇടയ്ക്കൊന്ന് ഉറങ്ങി മയങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്കൊന്ന് റിഫ്രഷ് ആവും. ടോട്ടൽ 14 ഹെയർ പിൻ ബെൻഡ് ഉണ്ട് കേട്ടോ നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ചുരത്തിൽ കൂടെ. അതായത് ഇതിപ്പോൾ നമ്മുടെ 7ാമത്തെ ഹെയർ പിൻ ബെൻഡ് ക്രോസ് ചെയ്ത് കയറി പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ബസ് ഇതുപോലെ വലിയ വണ്ടി ആയതുകൊണ്ട് അതിന് ഒടിച്ച് പോകാൻ പറ്റത്തില്ല കേട്ടോ. അവർക്ക് അപ്പുറത്തെ റോങ് സൈഡ് കയറി വന്നാലേ ആ ചുരം ഒടിഞ്ഞിറങ്ങി പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പം ഇപ്പുറത്ത് റൈറ്റ് സൈഡ് കയറിയാട്ടോ വന്നത്.
കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം തേയിലക്കൃഷി കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിത് ഊട്ടി അടുക്കാറായപ്പോഴത്തേക്ക് ഇത് ഇവിടെ എല്ലാം മലകൾ ഇങ്ങനെ ചെത്തി നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന പോലെ തേയിലക്കൃഷികൾ ഇങ്ങനെ കാണാൻ കണ്ടോ. നമ്മൾ കൂനൂർ എത്തി കേട്ടോ. കൂനൂർ എത്തിയപ്പോഴത്തേക്ക് റോഡിന് പാരലായിട്ട് ഇത് നമ്മുടെ ടോയ് ട്രെയിനിന്റെ റെയിൽ കാണാം കേട്ടോ, പാളം കാണാം. നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നേരത്തെ എന്തോ മുൻകൂട്ടി ബുക്ക് ചെയ്തോ അത് ഓൺലൈൻ വഴി എന്തൊക്കെയോ ചെയ്തിട്ട് നമുക്ക് ടോയ് ട്രെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ. കൂനൂർ ടോയ് ട്രെയിനിന്റെ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, റെനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് പഴയ ബിൽഡിംഗ് കേട്ടോ. 1897 ഈ ബിൽഡിങ് പണിഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പഴയ ബ്രിട്ടീഷുകാർ പണിഞ്ഞ കല്ല് വെച്ചിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതിൽ ഇതിനകത്ത് കയറി ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് തിരക്കിയിട്ട് മുമ്പോട്ട് പോവാം. നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് കേട്ടോ. പഴയ ആ ബിൽഡിംഗ് ആണ്. അതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ നോക്കിക്കേ. ഇവിടെ കേട്ടോ വെയിറ്റിംഗ് ഏരിയ. റെയിൽവേ സ്റ്റേഷൻ്റെ നിലവിലുള്ള ബിൽഡിംഗ് ഇതാണ് കേട്ടോ. നോക്കിക്കേ, പഴയ ആ ബ്രിട്ടീഷ് നിർമ്മിതി 1897 ഉണ്ടാക്കിയത് കേട്ടോ. ബ്രിട്ടീഷുകാരായിട്ട് ബിൽഡ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഡീസൽ ട്രെയിനിൻ്റെ ബോഡി ഒരെണ്ണം അവിടെ മെയിൻ്റനൻസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മെയിൻ്റനൻസിന് കയറ്റുന്ന സ്ഥലം. അവിടെ ആയിട്ട് ഡീസൽ ട്രെയിനിൻ്റെ ബോഡി ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ട്രാക്കുകളെല്ലാം ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ട് മെയിൻ്റനൻസിനുള്ള ഗ്യാരേജാണ്. അതിനകത്തോട്ട് അവിടെ വെച്ചാൽ തോന്നും എഞ്ചിൻ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു കോച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ടോ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ക്ലൈമറ്റ് വ്യത്യാസപ്പെട്ടു കേട്ടോ. നല്ല തണുപ്പുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് പറ്റുവാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി ഊട്ടിക്ക് പോകണം കേട്ടോ. ഇത് മേപ്പോട്ട് ഊട്ടിക്കുള്ള റൂട്ടാണ്. ഇത് തിരിച്ച് മേട്ടുപാളയത്തിനും. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി ടിക്കറ്റിന് കുഴപ്പമില്ല. ഇന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് തിരക്കിയിട്ട് അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കൂനൂർ വന്നിട്ട് അവിടുന്ന് ഊട്ടിക്കൊന്ന് പോവാം. നമ്മളിത് എൻക്വയറിയിൽ തിരക്കിയപ്പോഴത്തേക്ക് 4 ദിവസത്തേക്ക് ഫുള്ളാട്ടോ. മൊത്തം സീറ്റ്സും ബുക്ക്ഡാണ്. ഇതാണ് കേട്ടോ സംഭവം. ട്രെയിൻ ഇതാണ് ആ ഡീസൽ എഞ്ചിൻ, ബാക്കി കോച്ച് കാര്യങ്ങൾ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ജേർണിയാണ് കേട്ടോ. ഭയങ്കര സീരിക്കായിട്ട് കിട്ടിലൊരു ജേർണിയാണ്. ഞാൻ നേരത്തെ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ തിരക്കിയപ്പോഴത്തേക്ക് 4 ദിവസത്തേക്ക് ടിക്കറ്റ് മൊത്തം ഫുള്ളാണ്. ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഇരിക്കുന്നത്. നമുക്കെന്തായാലും തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. കൂടുതലും പേര് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് 1 മണിക്കൂർ മുമ്പേ വന്ന് ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറി പോകാം. നമുക്ക് എന്തായാലും ഇറങ്ങി പോകുമ്പോൾ ഒന്ന് നോക്കാം. 7:45 10:40 12:35 4 o'clock ലാസ്റ്റ്. 4 o'clock പോയാൽ എപ്പോൾ റിട്ടേൺ വരും? 6:30 വരും. அப்படி போயிட்டு பின்ன அந்த ட்ரெயினில் தானே தான் ரிட்டர்ன் வரும். போய் சுற்றி கரங்கி இங்கே வந்துடும். 1 hour ஜர்னிக்கு பூராக்கு 1 hour வரைக்கும் அப்புறம் ஸ்டாப்பேஜ் அங்கே இருக்கு. 4 மணிக்கு கிளம்பிட்டோம்னா அங்கே ரீச் பண்ணுவாங்க. 5:30 ஸ்டார்ட் பண்ணோம்னா 6:30 ரீச் பண்ணுவாங்க. ஓஹோ, அവിടുന്ന് വീണ്ടും ടിക്കറ്റ് എടുക്കണോ? அங்கே டிக்கெட் வாங்குவோம் சார். இங்கே திரும்பி வரந்தருக்கு. ഓക്കെ. പാർക്കിംഗ് ഫീ 80 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് ഫുഡ് എടുത്ത് തിരക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ട്രെയിൻ 6:30 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടിക്കറ്റ് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അല്ലാത്തവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേഷനിൽ ഇറങ്ങാം. നമ്മൾ ഊട്ടിയിലെ ആർമിയുടെ ക്യാമ്പിലെടുത്താട്ടോ ഉള്ളത്. ഇത് മദ്രാസ് റെജിമെന്റൽ. ഇവിടെ ബോർഡൊക്കെ കാണാം, മദ്രാസ് റെജിമെന്റൽ സെന്റർ. ഇവിടെ കേട്ടോ. ഇവിടുന്ന് റൈറ്റ് കയറി പോകുമ്പോഴത്തേക്ക് ആ കാണുന്നതാണ് എൻട്രൻസ്. നമ്മളെന്തായാലും യൂ ടേൺ എടുത്തിട്ട് ആർമിയുടെ ക്യാമ്പിനകത്തുള്ള വഴിയിലോട്ടൊന്ന് കയറി കേട്ടോ. നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. എവിടെ വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് പറ്റുന്നതിന് വെറുതെ വണ്ടി ഓടിച്ചു വിടണമെന്ന് കറങ്ങി നോക്കാം കേട്ടോ. ഇതാണ് ഇതിനകത്ത് കാഴ്ചകൾ. നമ്മളിങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വൈകിട്ട് ആർമി ഓഫീസേഴ്സൊക്കെ ജോഗിങ്ങിന് പോകുന്നതൊക്കെ കാണാം കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്തൂടെ വേറെ എങ്ങോട്ടോട്ടോ പോകുന്ന റോഡുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികൾ അവിടെ നിന്ന് വരുന്ന പോകുന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ട്രെയിനിങ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ താഴെ കാണുന്നത്. അങ്ങനെ ആർമി ക്യാമ്പിൻ്റെ അകത്തോടുള്ള റോഡിലോട്ട് കയറി ഇങ്ങനെ വന്നിട്ടുണ്ടോ. ഇവിടെ അപ്പോഴത്തേക്ക് MRC ഓഫീസേഴ്സിൻ്റെ മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു കിഡിലൻ ടാങ്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ T-55 എന്ന് പറയുന്ന ടാങ്കാണ്. ഇത് USSR മെയ്ഡാണ്. 1945 USSR ഡിസൈൻ ചെയ്ത ടാങ്ക് കേട്ടോ. എന്നിട്ട് ഇത് 1947 ഇന്ത്യക്ക് കുറേ ടാങ്കുകൾ നമ്മൾ വാങ്ങിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഒരു ടാങ്ക് എന്ന് പറഞ്ഞത് ഇത് 1969 മെയ്ഡ് കേട്ടോ. 1969 തൊട്ട് 2019 വരെ ഇത് എന്താ പറയുക ഇന്ത്യൻ ആർമിയുടെ പാർട്ടായിരുന്നു. 2019 ഇത് ഡീകമ്മീഷൻ ചെയ്തത്. ഇത് നമ്മുടെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതും കുറേ ട്രെയിനിങ്ങിനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടാങ്കാണ്. ഇതിപ്പോൾ കറൻ്റ്ലി ഡീകമ്മീഷൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് ഇപ്പം അതിൻ്റെ പേര് T-55 എന്നുള്ളത് അവർ റീനെയിം ചെയ്ത് ഇതായതുണ്ടോ, വെട്രിവീരൻ അതിന് പേരൊക്കെ റീനെയിം ചെയ്ത് ഈ സാധനം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കണം കേട്ടോ. ഒട്ടുക്കത്തെ സാധനം, ഒരു മാരക ഐറ്റമാണ്. ഞാനുടനെ ടാങ്കിൻ്റെ റിവ്യൂവും കൂടെ നടത്തേണ്ടി വരും. നോക്കിക്ക്, അതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ പോയിക്കുന്നുണ്ടോ. ഇതിങ്ങനെ കറങ്ങി മെറ്റലാണ് കേട്ടോ, ഫുള്ള് മെറ്റലാണ്. ആ ചെയിൻ്റെയൊക്കെ കട്ടിയും കാര്യങ്ങളും നോക്കി
ഒരു ടാങ്ക് ഞാൻ ആദ്യമായിട്ടോ ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. അതിൻ്റെ ചെയിൻ്റെ കട്ടി തന്നെ നോക്കി, ഇത് നോക്കി, ഇതുവഴി കേട്ടോ ഫയർ ചെയ്യുന്നത്, മിസൈൽ ഫയർ ചെയ്യുന്ന സംഭവം. ആ ടോപ്പ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഏത് സൈഡിലോട്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ലൈറ്റ്സ് ഒക്കെ നോക്കിയതിൻ്റെ അടിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു മെറ്റൽ പീസാണ് കേട്ടോ സാധനം. ചെയിൻ്റെ തന്നെ കട്ടി കാണുമ്പോഴത്തേക്ക് ടയറിൻ്റെ ഒക്കെ നോക്കി, നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ ടയറിൻ്റെ ഒക്കെ ഇരട്ടി സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മാതിരി ടയറാട്ടോ, എല്ലാം മെറ്റലാണ്. ഇതിങ്ങനെ റോൾ ചെയ്താട്ടോ ഈ വണ്ടി ഓടി മുമ്പോട്ട് പോകുന്നതും. ഇവിടാണ്, ഇതിനകത്താണ് ഓഫീസേഴ്സ് ഇരിക്കുന്നത്, പട്ടാളക്കാർ സോൾജേഴ്സ് ഇരിക്കുന്നത്. ഈ സാധനം നമുക്ക് എങ്ങോട്ട് വേണേലും കറങ്ങി തിരിഞ്ഞ് ഫയർ ചെയ്യാന്നുള്ള രീതിയിലാണ്. ബാക്ക് വശമൊക്കെ നോക്കി ഇതിൻ്റെ ഒരു വല്ലാത്തൊരു മെയ്ഡ് സാധനം. ഇതിനിവിടെ 2 ടോ ഹുക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഇവിടെ മേളിൽ ക്യാരി ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. അടിപൊളി. ഇവിടെ നമ്മുടെ മിലിറ്ററിയുടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ടൈം തെറ്റിപ്പോയി. ഇപ്പോൾ സമയം 5 മണിയായപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പോകുന്നതിന് മുമ്പ് ആ മ്യൂസിയത്തിൽ വന്നൊന്ന് കയറി കാണണം. നമ്മളിപ്പോൾ ഇതിനകത്ത് തുടങ്ങി പോകുമ്പോഴത്തേക്ക് ഇവിടെ വാർ മെമ്മോറിയം, ഞാൻ ഓഫീസറോട് സംസാരിച്ചപ്പം അകത്ത് വാർ മെമ്മോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓപ്പൺ ഏരിയയില്ല, അതിപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെന്തായാലും കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാം. എന്നിട്ട് നമുക്ക് മ്യൂസിയം കാണാൻ വേണ്ടി തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അതൊന്ന് പ്ലാൻ ചെയ്തു വരാം. എന്നിട്ട് നമുക്ക് മ്യൂസിയം കയറി കാണണം കേട്ടോ ഉറപ്പായിട്ടും. നമ്മളങ്ങനെ ഈ റോഡ് കയറി മേപ്പോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ധാര നോക്കി, ഇതാണ് കേട്ടോ ഇവിടെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ശരിക്കും ഇത് കാട്ടിയാണ് കേട്ടോ. അതൊരു ഫാമിലിയായിട്ട്, ഫുൾ ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. കുക്കടായിട്ട് ഒരാൾ ബാക്കിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ പയ്യെന്ന് കണ്ടോണ്ടിരിക്കും കേട്ടോ. ഇവരിവിടെ ആൾക്കാരെയൊക്കെ കണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കോട്ടോ. ഇവിടുത്തെ കാട്ടുപോത്തല്ല ശരിക്കും കാട്ടി. ഇതൊക്കെ ആൾക്കാരെ എല്ലാം കണ്ടുകൊണ്ട് ഇവർക്ക് ശീലമായിട്ടുണ്ടെന്ന് കേട്ടോ. നമുക്ക് എന്തായാലും വാർ മെമ്മോറിയൽ ആ കാണുന്ന ഞാൻ തോന്നുന്നു, അതൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നത് ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണാണ് കേട്ടോ. നമ്മുടെ എയർക്രാഫ്റ്റിനെ എല്ലാം വെടിവെച്ചിട്ടുണ്ടിരുന്ന സാധനം കേട്ടോ. ഇതൊക്കെ വേൾഡ് വാർ 2 ഒക്കെ ആ ഒരു സമയത്ത് ഡിസൈൻ ചെയ്ത് ഇറങ്ങിയ സാധനമാണ്. ഗൾഫ് വാർ ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയ സാധനമാണ്. ഇത് എയർ ഡിഫൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന 1965 1971 ഒക്കെ നമ്മുടെ ആർമി യുദ്ധത്തിനുമെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ സാധനം എന്ന് പറയുന്നത് 1971 പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ജെറ്റിനെയൊക്കെ വീഴ്ത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം കേട്ടോ. ഇത് 81 ഡീകമ്മീഷൻ ചെയ്തതാണ്. ഇപ്പം ഇത് മാനുവലി ഓപ്പറേറ്റഡ് ആണ്. അങ്ങനെ ഇത് 1981 നിർത്തിയിട്ട് അതിനുശേഷം കൂടുതൽ എന്താ പറയുന്നത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റഡാർ ബേസ്ഡ് സാധനങ്ങൾ വന്നു തുടങ്ങി കേട്ടോ. ഇത് മാനുവലി ഓപ്പറേറ്റഡ് ആണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു ഫൈറ്റർ ഷിപ്പിൻ്റെ സ്കെയിൽ ഡൗൺ മോഡലാണ് കേട്ടോ. ഇതിന് പറയുന്നത് തൽവാർ ക്ലാസ് എന്നാണ്. ഇത് 2003 കമ്മീഷൻ ചെയ്തൊരു ഷിപ്പിൻ്റെ സ്കെയിൽ ഡൗൺ മോഡലാണ്. ഈ തൽവാർ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റഷ്യയും ഇന്ത്യയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. ഇതിനകത്ത് ഒരു ഹെലികോപ്റ്റർ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ മിസൈൽസ് സംഭവങ്ങൾ, എയറിലോട്ട് സ്ട്രൈക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ, കൺട്രോൾ റഡാർ, അങ്ങനെ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള എന്താ പറയുന്ന ഒരു ഷിപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ മോഡലാണ് ഈ കാണുന്നതാണ് കേട്ടോ വാർ മെമ്മോറിയൽ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുവിധപ്പെട്ട ഇന്ത്യൻ ആർമി പങ്കെടുത്തിട്ടുള്ള യുദ്ധത്തിലെല്ലാം മരിച്ചിട്ടുള്ള സോൾജേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കുത്തിയൊരു ബലകമാണ് ഇത്. നമ്മളിപ്പോൾ തിരിച്ച് റിട്ടേൺ പോകാം കേട്ടോ. നമ്മൾ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉള്ളത് ഭയങ്കര രസമായിട്ട് കേട്ടോ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയുടെ തന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ഏകദേശം ഇതാന്ന് തോന്നുന്നു മദ്രാസ് റെജിമെന്റൽസ്, ഏകദേശം ഇതാന്ന് തോന്നുന്നു സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ലെഫ്റ്റ് സൈഡ്. അതുപോലെ ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി മിലിറ്ററിയുടെ കാണുന്നത് കുറച്ച് സോൾജിയേഴ്സിന്റെ ശവകുടീരമാണ് കേട്ടോ. ഇതിനവർ പേര് വയ്ക്കുന്നത് തമ്പി സോൾജിയർ പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ശവകുടീരങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിന് മേലിൽ കുറച്ച് സോൾജിയേഴ്സിന്റെ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഊട്ടി ടൗണിനകത്ത് കയറി കേട്ടോ. ടൗണിനകത്ത് കയറി നമ്മൾ കുറച്ചിങ്ങനെ മുമ്പോട്ട് ഓടി വന്നിട്ട് ഇവിടെ റോഡ് സൈഡിൽ ഇത് NH 181 ആണ്. നമ്മുടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ജിത്തു ഇത് അരിയൊക്കെ കഴുകി റെഡിയാക്കുന്നു. അതുപോലെ തന്നെ അരി വെക്കാനുള്ള വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ കറി ഉണ്ടാക്കാൻ വേണ്ടി ഈ സവാളയും കിഴങ്ങും മുളക് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട, ഇന്ന് ഒരു കറിയും മസാലക്കറിയും, അതുപോലെ തന്നെ മുട്ട പൊരിച്ചത്, അച്ചാർ, ചോറ് കാര്യങ്ങളൊക്കെയാണ്. നല്ല ടയേർഡാട്ടോ. നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നു കൊടൈക്കനാലിൽ ഇവിടെ വരെ. നല്ല ക്ഷീണിച്ച് ഇന്നലെ ഉറക്കവും കാര്യങ്ങളൊന്നും റെഡി ആയില്ല. രാത്രിയിലുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. എന്നിട്ട് വേണം നാളെ രാവിലെ ഒരു സൈറ്റ് സീയിങ് തുടങ്ങാൻ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.